ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐറ്റമായിട്ടാണ്. നല്ലൊരു വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയലാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൂളൻ ത്രെഡാണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. റെഡും എടുത്തിട്ടുണ്ട്, യെല്ലോ കളറും, അത് 2 കളറുണ്ട്. പിന്നെ ഫെവിക്കോള്, പേപ്പർ റോളിനകത്ത് ഗ്രീൻ കളർ കൊടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. കത്രിക, പിന്നെ 2 തരത്തിലുള്ള ലേസ്, നമ്മൾ ഡ്രസ്സുകളിലൊക്കെ മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക് വിത്ത് ഗോൾഡ് കളറിലുള്ള ഒരു ലേസ്. പിന്നെ വരുന്നത് ഗ്രീൻ വിത്ത് സ്റ്റോണാണ്, അതിൻ്റെ ഒരു ലേസുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ബേസ് എന്ന് പറയുന്നത് വൈറ്റ്, ഇതിനകത്ത് ഞാൻ കളർ ചെയ്യുന്നില്ല, വൈറ്റ് പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ കളർ ചെയ്യുന്നില്ല. അതേപോലെ ഒരു കാർഡ്ബോർഡാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലവർ എങ്ങനെയാണ്, ഇതിനാവശ്യമായിട്ടുള്ള ഫ്ലവർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ഇതേപോലെ ചുറ്റി എടുക്കുക ത്രെഡ്. അതിനുശേഷം ഇതേപോലെ തോനെ ടൈറ്റായിട്ട് ചുറ്റരുത്. ടൈറ്റായിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റാതെ വരും. ഇതേപോലെ അങ്ങ് ചുറ്റിയെടുത്തതിന് ശേഷം ഈ അറ്റം നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ട് ഇതേപോലൊരു ഈ മുകളിൽ വെച്ചിരുന്ന ആ പോർഷനുണ്ട്, അതിനകത്തൂടെ നമ്മൾ നൂല് കയറ്റിയെടുത്ത് കെട്ടാക്കുക. ഇങ്ങനെ കെട്ടാക്കുക. എന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് വലിച്ചെടുക്കുക. ഇതേപോലെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അറ്റവും കൂടെ ഒന്ന് കെട്ടിയെടുക്കുക. ഇതേപോലെ വളച്ച് വെച്ച് നമ്മൾ ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കുക. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ നടുക്ക് വയ്ക്കാനൊരു മഞ്ഞ കളറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മുടെ ഒരു വിരലിൻ്റെ കനത്തിൽ ചുറ്റുക. ഇതേപോലെ ചുറ്റിയെടുക്കുക. അതിനുശേഷം ആ വിരലിൽ നിന്ന് നമ്മളിതിനെ അങ്ങ് ഊരിയെടുത്തിട്ട് ഈ നൂല് തന്നെ വെച്ച് നമ്മളിതിനെ ഒരു സൈഡ് കെട്ടിയെടുക്കുക, സെൻറ്ററിൽ വെച്ച് കെട്ടിയെടുക്കുക. ഇതേപോലെ കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. വെട്ടിയെടുത്തിട്ട് ഇതിനെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി കറക്റ്റ് ചെയ്ത് വെട്ടി നിർത്തുക. ഇതാണ് നമ്മൾ ഈ പൂവിന് നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു 10-12 നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റിലെ നമ്മൾ പേപ്പർ റോള് ഇതേപോലെ ചരിച്ച് ഒരു കോർണറിൽ നിന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പേപ്പർ റോള് ഇതേപോലെ വയ്ക്കുക. ഇതിനനുസരിച്ച് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ഒരു കോർണറിൽ നിന്ന് ചരിച്ചാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ
ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ലീഫാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ ലേസ് എടുത്തിരുന്നു, അതേപോലെ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത്. അതാണ് ഈ സൈഡുകളിൽ ഒട്ടിച്ചു പോകുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ലേസാണ് ഒട്ടിക്കുന്നത്. അതായത് ബ്ലാക്ക് വിത്ത് ഗോൾഡുള്ള സ്റ്റോൺ പതിച്ച ലേസാണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത്. ബോർഡറായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ബോർഡറെല്ലാം ലേസ് വെച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് വൂളൻ ത്രെഡും കുറച്ച് ലേസ് പിന്നെ പേപ്പർ റോളാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. നല്ലൊരു വാൾ ഹാങ്ങിങ് ആണിത്. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.